ആൻഡമാനിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. മലയാളം നിങ്ങൾ പറയുന്ന പോലെ തന്നെ അവരും തട്ടുമുട്ടിയാണ് മലയാളം പറയുക. നിങ്ങളെ വിമർശിക്കല്ല കേട്ടോ. കേരളത്തിന്റെ മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ മലയാളം തട്ടിമുട്ടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് കണ്ണൂർക്കാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഭാഷ നിങ്ങൾക്കും കുറെയൊക്കെ മനസ്സിലാവും. വടക്കൻ കേരളത്തിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ തെക്കൻ കേരളത്തിലോട്ട് എത്തുമ്പോൾ ഭാഷകൾ തമ്മിൽ ഭയങ്കര അന്തരമുണ്ടാവും. അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയാണ്. ഇപ്പൊ എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച ബിലാൽ, അദ്ദേഹമൊക്കെ കോട്ടയത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ പക്ക അച്ചടി ഭാഷയായിരിക്കും. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ അൽഹംദുലില്ലാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അറിയില്ല. അപ്പോ ആൻഡമാനിൽ ആ പ്രോഗ്രാം വെച്ചു, നമ്മളൊക്കെ സംസാരിച്ചു. അതിന്റെ സമാപന പ്രസംഗം MM അക്ബറിനായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് നടത്തിയൊരു പ്രസംഗം, ആ പ്രസംഗത്തിൽ ഞാൻ കേട്ട ആ ഒരു സംഭവം ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ്, അത്രയും കൂടുതൽ ഹൃദയത്തെ സ്വാധീനിച്ചൊരു സംഭവം. അദ്ദേഹം പറയാണ്, ദഅവത്തിന്റെ ഈ ഗൗരവം, അവരിങ്ങനെ ഇത്ര കുറച്ച് മലയാളികൾ ഉണ്ടായിട്ടും അവരൊക്കെ കൂടി ഇത്രയും വലിയൊരു സമ്മേളനം സംഘടിപ്പിച്ച് അവരുടെ സജീവതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി MM അക്ബർ സാഹിബ് ഒരു അനുഭവം പറഞ്ഞാണ്. അദ്ദേഹം അനുഭവം പറയുന്നത് ഒരു HR മാനേജറുടേതാണ്, ഒരു ബിസിനസ് കൺസൾട്ടന്റിന്റേതാണ്. ഒരുപാട് MNCകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന വലിയ നിലയിലുള്ള 6 അക്കത്തിന്റെ മുകളിലും പേയ്മെന്റ് ഉള്ള വലിയ പണക്കാരനായ വലിയ ഹൈലി ടാലന്റഡ് ആയ ഒരു HR മാനേജർ, ഒരു ബിസിനസ് കൺസൾട്ടന്റിന്റെ സംഭവമാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അയാൾ വലിയ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങൾ അയാൾ എത്തിപ്പിടിച്ചു. പെട്ടെന്ന് തകരാൻ തുടങ്ങി. എങ്ങനെയാണല്ലോ തകർച്ചയും വളർച്ചയുമെല്ലാം അള്ളാന്റെ കയ്യിലാണ്, റബ്ബിന്റെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്, ഒറ്റ നിമിഷം കൊണ്ടാണ് മാറി മറിയുക. ഇന്നത്തെ പണക്കാരൻ നാളത്തെ ദരിദ്രനാണ്, നാളത്തെ ദരിദ്രൻ ഇന്നത്തെ ദരിദ്രൻ നാളത്തെ പണക്കാരനാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ്. നാളത്തെ എന്താണ് നാളെ സംഭവിക്കാമെന്ന് നമുക്കറിയില്ല. അതേപോലെ ഈ ബിസിനസ് കൺസൾട്ടന്റ് തകരാൻ തുടങ്ങി. തകർന്ന് അതിന്റെ അവസാനത്തിൽ അയാളെത്തി. അതിന്റെ ഏറ്റവും അവസാനത്തിൽ അയാളെത്തി. ഇനി ഒരു വഴിയുമില്ല എന്ന അവസ്ഥയിലേക്ക് അയാൾ മാറാൻ. അവസാനം വീട്ടിലേക്ക് പോയി ഭാര്യയുമായി ചർച്ച ചെയ്യാൻ. ഇല്ല, ഇനി മുന്നോട്ട് പോവില്ല, നമുക്കൊരു രക്ഷയുമില്ല. അഭിമാനത്തോടെ ജീവിച്ച നമ്മുടെ വീടിന്റെ പുറത്ത് കടക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കാൻ പോവാൻ. അതുകൊണ്ട് ഒറ്റ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, ആത്മഹത്യ ചെയ്യാം, മരിക്കാം. നമുക്ക്, ഞാനും നീയും നമ്മുടെ 2 ചെറിയ മക്കളും നാളെ രാത്രി മരിക്കാൻ, ഈ ലോകത്തുനിന്ന് യാത്രയാവാൻ. ഭാര്യ ചോദിച്ചു, എങ്ങനെ മരിക്കും? കുട്ടികളെ കഴുത്ത് പിടിച്ചു കൊല്ലാൻ കഴിയില്ല, ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ കഴിയില്ല. അതിന് മാത്രം ഹൃദയത്തിന് കട്ടി എനിക്കും നിനക്കും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാത്രി രുചികരമായ അത്തായം ഉണ്ടാക്കാം. നാളത്തെ ഡിന്നർ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാവട്ടെ. ആ ഡിന്നറിൽ നമ്മൾ വിഷം കലർത്തുന്നു, എന്നിട്ട് നമ്മൾ അത് ഒരുമിച്ച് കഴിക്കുന്നു. മറ്റന്നാളത്തെ സൂര്യോദയം നമ്മൾ കാണുന്നില്ല. പറഞ്ഞുറപ്പിച്ചതുപോലെ നാളെ രാത്രിയായി. അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണത്തിൽ ഭാര്യയും ഭർത്താവും കൂടി വിഷം കലർത്തി. ആ മക്കളുടെ കൂടെ ഭാര്യ ഇങ്ങനെ ഇരിക്കാൻ, ഭർത്താവാണെങ്കിൽ ഇപ്പുറത്തെ സിറ്റിംഗ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുവാൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ ഉണ്ടായിരിക്കുക ചിന്ത? ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, ഞാനും ഭാര്യയും ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചു, എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചു. പക്ഷേ കിനാവുകൾ കാണാൻ മാത്രം തുടങ്ങിയിട്ടില്ല പിഞ്ചുമക്കൾ, അവരെങ്ങനെയാണ് കൊന്നുകളയുക? ഒരുപക്ഷെ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം നടന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെയറിൽ അദ്ദേഹം പോയി ഇരുന്നു. ചേർന്നിരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അടുക്കി വെച്ച ഷെൽഫിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കി. ആ പുസ്തകങ്ങൾക്കിടയിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പരതി. അതിന്റെ ഇടയിൽ തിളക്കമുള്ള ഒരു പുസ്തകം അദ്ദേഹം കണ്ടു. അത് അദ്ദേഹത്തെ മാടി വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ആ പുസ്തകം അദ്ദേഹത്തെ വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ചേർന്നെഴുന്നേറ്റു, അലമാര തുറന്നു, ആ പുസ്തകം എടുത്തു നോക്കി. പരിശുദ്ധ ഖുർആനിന്റെ തർജ്ജമയാണ്. മുസ്ലിമാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പരിചയക്കാരൻ ഇതൊന്ന് വായിക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ജീവിതത്തിന്റെ തിരക്കിൽ ഒരു വട്ടം മറിച്ചു നോക്കാൻ പോലും പറ്റിയിട്ടില്ല. അത് അന്ന് അവിടെ കൊണ്ടുവച്ചതാണ്. ഭാര്യ അടക്കെടുത്ത് ഇങ്ങനെ പൊടി തട്ടി വെക്കുന്നല്ലാതെ ഇന്ന് വരെ വായിച്ചിട്ടില്ല. ഇന്നെന്തോ ആ പുസ്തകം തന്നെ മാടി വിളിച്ചതുപോലെ, ആ ഖുർആൻ തന്നെ മാടി വിളിച്ചതുപോലെ എഴുന്നേറ്റുപോയി ആ ഖുർആൻ എടുത്തു. എന്നിട്ട് മെല്ലെ ചെയറിലേക്ക് വന്നിരുന്നു. അലക്ഷ്യമായി, പ്രത്യേകിച്ച് ചിന്തയും ലക്ഷ്യമൊന്നുമില്ല. വെറുതെ ഖുർആൻ ഇങ്ങോട്ട് തുറന്നു. ആ ഖുർആൻ തുറന്നപ്പോ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്, ജീവിതത്തിന്റെ പ്രതിസന്ധിയെയും പട്ടിണിയെയും ദാരിദ്ര്യത്തെയും ഭയന്നിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്.
നഹ്നു നർസുഖുകും വഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നവൻ, അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നവൻ നാമാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണ് അദ്ദേഹം ആദ്യമായി കണ്ടത്. ഇടിവെട്ടേറ്റതുപോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇരുട്ടി കയറി, അദ്ദേഹത്തിന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി, ഹൃദയത്തിന്റെ മിടിപ്പ് കൂടാൻ തുടങ്ങി, കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചു, എന്തിനീ വാക്ക്? എത്രയോ വാക്കുകൾ വേറെയുണ്ടല്ലോ ഇത്ര തടിച്ച പുസ്തകത്തിൽ, എന്തിനീ വാക്ക് എന്റെ കണ്ണിലുടക്കി? എന്തിനീ വാക്ക്? അദ്ദേഹം 1000 തവണ ചോദിച്ചു. അദ്ദേഹം കരയാൻ തുടങ്ങി, സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ ഖുർആൻ അടച്ചു വെച്ചു. എന്നിട്ട് എഴുന്നേറ്റു. എന്നിട്ട് അടുക്കളയിൽ ചെന്ന് വിഷം കലർത്തി വെച്ച ആ ഭക്ഷണം എടുത്ത് വേസ്റ്റിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് തന്റെ ഭാര്യയോടും പോയി പറഞ്ഞു, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും സധൈര്യം നമ്മൾ തന്നെ നേരിടും. മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, തോൽക്കാൻ എനിക്ക് മനസ്സില്ല, പിന്മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരുമിച്ച് നാം അതിനെ നേടുമെന്ന് പറഞ്ഞ് മറ്റൊന്നും മുറിയാടാതെ, കാരണങ്ങൾ പോലും പറയാതെ നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം സിറ്റിംഗ് റൂമിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം ആ പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ മറിക്കാൻ തുടങ്ങി. താളുകളിൽ നിന്ന് താളുകളിലേക്ക് ആ ഖുർആൻ എന്ന മഹാസാഗരത്തിന്റെ സ്വപ്നവീതിയിലൂടെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ അദ്ദേഹം അതിൽ ലയിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യന്റെ ഹൃദയത്തെ പരിശുദ്ധ ഖുർആൻ കീഴടക്കി കളയുകയായിരുന്നു. അതിന്റെ അവസാനം അദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമ ചൊല്ലി ഇന്ന് സജീവമായി പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിക്കുമെതിരെ വരുന്ന വിമർശനത്തിന്റെ കൂരമ്പുകൾക്ക് മുന്നിൽ ഒരു വലിയ സംരക്ഷണത്തിന്റെ ചെങ്കോട്ടയായി നിൽക്കുന്ന സജീവദായിയാണ് ഇന്ന് അദ്ദേഹം. സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും സജീവമായി ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സജീവമായ ദായി. വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരിക്കും ആ ഖുർആൻ കൊടുത്തിട്ടുണ്ടാവുക. ഒരു ലേബർ, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു ബാർബർ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചു കാണില്ല താൻ ഈ കൊടുക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രതി വർഷങ്ങൾക്കപ്പുറത്ത് 2 പിഞ്ചു പൈതങ്ങളുടെയും ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും ജീവൻ രക്ഷിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു കുടുംബത്തെ മുഴുവൻ സത്യസന്ദേശത്തിന്റെ പാതയിലേക്ക് ആനയിക്കാൻ എന്റെ ഈ കൊടുക്കൽ കാരണമാകുമെന്ന് സ്വപ്നത്തിൽ പോലും ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നാളെ മഹ്ശറയിലെത്തുമ്പോഴാണ് പടച്ചോൻ കാണിച്ചു കൊടുക്കുക, ഈ വലിയ ആൾക്കൂട്ടത്തെ നീ കണ്ടോ? നീ ഒരിക്കൽ അലക്ഷ്യമായി കൊടുത്ത ഖുർആനിന്റെ തർജ്ജമ വായിച്ചിട്ട് മുസ്ലിമായ ഹിദായത്ത് ലഭിച്ച മനുഷ്യനായി ഇസ്ലാം സ്വീകരിക്കപ്പെട്ട വലിയ ജനത, ഒരു വലിയ ഉമ്മത്തിനെ അദ്ദേഹം കാണുമ്പോ സുബ്ഹാനല്ലാഹ്, അതാണ് യഥാർത്ഥത്തിൽ സന്തോഷം. അതാണ് യഥാർത്ഥത്തിൽ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷം നേടിയെടുക്കാൻ നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിക്മത്തിനും മൗഇദത്തുൽ ഹസനക്കും ഗുണകാംക്ഷക്കുമാണ് ഈ 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. ഈ 2 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദഅവത്തും നമ്മുടെ പ്രവർത്തനവും വിപ്ലവം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. കാട്ടുതീ പോലെ അത് പടരുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്ത് ആ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം നമ്രൂദിന്റെ കൊട്ടാരത്തിലെത്തിയത്. അങ്ങനെയാണ് നമ്രൂദുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സംവാദത്തിൽ ഏർപ്പെടുന്നത്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്രൂദ് പരാജയപ്പെടാൻ, എവിടെയും പരാജയപ്പെട്ടാൽ അടുത്ത തന്ത്രം എന്താണ്? ഉന്മൂലന തന്ത്രമാണ്. ഇവനെ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇവന്റെ ആശയത്തെ പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ തീവ്രവാദി പോ, നീ ഭീകരവാദി പോ, എനിക്കതൊന്നും പറയാൻ പറ്റൂല, നിന്റെ ചാനലുകളോട് പറ്റൂല, നിന്റെ യാതൊരുമോട് പറ്റൂല, നീ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. ഇതാണ് ഉന്മൂലന തന്ത്രം. ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ച് തടയുക. ഐഡിയോളജി കൊണ്ട് നേരിടാൻ കഴിയില്ലെങ്കിൽ, ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ലെങ്കിൽ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ച് തളർത്തിക്കളയുക എന്നത് 2019 മാത്രം രീതിയൊന്നുമല്ല. ചരിത്രാതീത കാലം തൊട്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം തൊട്ട് അതങ്ങനെയായിരുന്നു. ഇബ്രാഹിം നബിയുടെ മുന്നിൽ നമ്രൂദ് ഉത്തരം മുട്ടിയപ്പോ ഇബ്രാഹിം നബിക്ക് വേണ്ടി അഗ്നികുണ്ഡാരം ഒരുക്കപ്പെട്ടു. ആ നാട്ടിലുള്ള സകല ആളുകളും അതിന് സഹകരിക്കുകയുണ്ടായി. വലിയ അഗ്നികുണ്ഡാരം, ആകാശം മുട്ടെ തീനാളങ്ങൾ ഉയർന്നു നിൽക്കുന്ന അതിഭീകരമായ അഗ്നികുണ്ഡാരം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആ അഗ്നികുണ്ഡാരം അണക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അതിന്നും കത്തിക്കൊണ്ടിരിക്കാൻ ആ അഗ്നികുണ്ഡാരം. ഇനി ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കണ്ട അതെവിടെയാണ് ആ അഗ്നികുണ്ഡാരം, കാണിച്ചു തരുമോ? പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ്. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതെവിടെയാണ് അപ്പൊ ആ അഗ്നികുണ്ഡാരം ഉള്ളതെന്ന് ചോദിക്കണ്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഒരുക്കപ്പെട്ട തീ കുണ്ടാരം
ഇന്നും നമുക്ക് ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിലായി കാണാൻ കഴിയും, നമ്മുടെ കാലഘട്ടത്തിലും കാണാൻ കഴിയും. എവിടെയാണ് നമുക്കത് കാണാൻ കഴിയുക? പ്രതിസന്ധികളും പ്രതിബദ്ധതകളും തരണം ചെയ്ത് ദഅവത്തിന്റെ വീതിയിൽ നാം മുന്നോട്ട് പോയി ആളുകളുടെ ഹൃദയത്തെ മാറ്റുന്ന രീതിയിൽ ആ ദഅവത്ത് എത്തി നിൽക്കുമ്പോ അവിടെ ആ അഗ്നികുണ്ടാരത്തെ നമുക്ക് കാണാൻ കഴിയും, ആ തീക്കുണ്ടനെ നമുക്ക് കാണാൻ കഴിയും. അതൊരിക്കലും മണയാൻ പോകുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ദഅവത്തിന്റെ വീതിയിൽ ഉറച്ചു നിൽക്കുന്നവരെ കാത്തിരിക്കുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ചോദിക്കാൻ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. വിശ്വാസികളെ, എളുപ്പത്തിൽ സ്വർഗം പുൽകാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ മുൻഗാമികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് വന്നെത്തിയ ബഅസാഉം ദറാഉം നിങ്ങളിലേക്ക് കടന്നു വരാതെ, നിങ്ങൾ പിടിച്ചു കൊടുക്കപ്പെടാതെ സ്വർഗപ്രവേശനം നൽകപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് അബദ്ധമാണ്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു الذين جاهدوا منكم ويعلم الصابرين. ക്ഷമാലുക്കൾ ആരാണെന്ന്, മുജാഹിദുകൾ ആരാണെന്ന്, ജിഹാദ് ചെയ്യാൻ കെൽപ്പുള്ളവർ ആരാണെന്ന്, തന്റെ ജീവിതത്തിന്റെ എല്ലാം ത്യജിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാരാണെന്ന് അല്ലാഹു പരീക്ഷിച്ചറിയാതെ നിങ്ങളിൽ ഒരാളുണ്ടെന്ന് സ്വർഗത്തിൽ കിടക്കുകയില്ല. ചരിത്രത്തിലേക്കൊന്ന് പുറകോട്ട് നോക്കിയാൽ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിലും ഒരുപാട് സീറകളിലും വിശദീകരിച്ചിട്ടുണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ഈർച്ചവാള് കൊണ്ട് ഈർന്നു കൊള്ളുകയായിരുന്നു. ആ ഈർച്ചവാള് കൊണ്ടീറുമ്പോ അവരുടെ ശരീരത്തിലുള്ള തൊലികളും ഞരമ്പുകളും പേശികളും വെല്ലുകളും എല്ലാം മുറിക്കപ്പെടുന്ന സമയത്ത് ആ വേദനയുടെ ഉച്ചസ്ഥിരമായ അവസ്ഥയിലും അവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഈ ആദർശ പ്രബോധനത്തിൽ അവർ ഉറച്ചു നിന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ആ പ്രവാചകന്റെ കീഴവന്ന അനുയായികൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്ത് ഒരു ചാണ് പോലും സ്ഥലമുണ്ടായിരുന്നില്ല. ഇരുമ്പ് പഴുപ്പിച്ചിട്ട് അദ്ദേഹത്തെ പൊള്ളിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇരുമ്പ് ചൂടാക്കി പഴുപ്പിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വെക്കുമ്പോ ആ ഇരുമ്പ് തിരിച്ചെടുക്കുന്ന സമയത്ത് ആ ഇരുമ്പിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തൊലിയും മാംസവും മജ്ജയും ഇളകി വരുമായിരുന്നു. ഒരു ചാണ് പോലും സ്ഥലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നില്ല. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സൂര്യതാപത്തിന്റെ ചൂടേറ്റുകൊണ്ട് ശരീരത്തിൽ നിന്ന് അവസാനത്തെ ജലഗണവും ഇല്ലാതായപ്പോ ഒരിക്കൽ വെള്ളം തരുമോ എന്ന് മക്കയിലെ മൃഗമനുഷ്യരോട് ചോദിച്ചപ്പോ കാർക്കിച്ച് അണ്ണാക്കിലേക്ക് തുപ്പിക്കൊടുത്ത് ഭാരമുള്ള കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് തുരുതുരാടിച്ചപ്പോഴും അവരോട് ബിലാലിന് പറയാൻ ഒരൊറ്റ വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. എന്താണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ദഅവത്തിന്റെ വചനമായിരുന്നു, അവരുടെ ഹൃദയങ്ങളെ പേടിപ്പെടുത്തിയ വചനമായിരുന്നു. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം ചരിത്രം വിവരിക്കുന്നുണ്ട്. തന്റെ അനുയായികളെ ക്രൂരമായി കൊന്നുകളഞ്ഞ രംഗം കണ്ട് കണ്ടു നിൽക്കാൻ കഴിയാതെ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടുകയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി ഓടി അദ്ദേഹം ഒരു വലിയ മരം കാണുകയാണ്. ആ മരത്തിൽ ഒരു വലിയ പുച്ച് കാണുകയാണ്. ആ പുത്തിന്റെ അകത്തേക്ക് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കയറിയിരിക്കുകയാണ്. അവസാനം ശത്രുക്കൾ ഈ പുത്തിന്റെ അകത്ത് മരപ്പൊത്തിന്റെ അകത്ത് യഹ്യ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ മരത്തോടുകൂടി യഹ്യാ നബി അലൈഹിസ്സലാം
സ്വലാത്തു വസ്സലാമിനെ ഊർന്നു കൊല്ലുകയാണ്, മുറിച്ചു കൊല്ലുകയാണ്, തല മുതൽ അടിവരെ. എത്രയോ ചരിത്രങ്ങളുണ്ട്. കിടങ്ങിന്റെ അഹലുകാരുടെ ചരിത്രം നമുക്കറിയാലോ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു ആ ചരിത്രം പറയുന്നുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. കിടങ്ങിന്റെ ആളുകൾ കൊല്ലപ്പെടട്ടെ, അവർ നശിക്കട്ടെ, അവർ ശപിക്കപ്പെടട്ടെ. അവർ പാവങ്ങളായ മുസ്ലിങ്ങളെ, മുസ്ലിമാത്തുകളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ അഗ്നികുണ്ടാരത്തിന്റെ ഓരത്തിരുന്നുകൊണ്ട് അവരെ പൊട്ടിച്ചിരിച്ചില്ലേ. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ആ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആണും പെണ്ണും പിഞ്ചുമക്കളും എന്ത് തെറ്റാണ് ചെയ്തത്? ഇല്ലാ സ്തുത്യർഹനായ പ്രതാപിയായ ശുദ്ധാവായ കാരുണ്യവാനായ കരുണക്കടലായ ദയാവാരിധിയായ ലോകത്തിന്റെ രക്ഷിതാവിൽ വിശ്വസിച്ച് എന്ന ഒരൊറ്റ തെറ്റല്ലാതെ ആ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നിരപരാധികളായ നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യരൊരു തെറ്റും ചെയ്തിട്ടില്ല. കിടങ്ങിന്റെ ആളുകളെ കുറിച്ച് വിശദീകരിച്ചതാണ്. എന്താണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലം? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഹദീസാണ്. ഒരു ചെറിയ കുട്ടി ബാലൻ ദാവത്ത് തുടങ്ങാൻ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ ചരിത്രം. ദാവത്ത് അങ്ങോട്ട് തുടങ്ങി, ആളുകൾ മാറാൻ തുടങ്ങിയപ്പോ രാജാവ് ഉന്മൂലന തന്ത്രം പ്രയോഗിക്കാൻ, കൊന്നുകളയാൻ തീരുമാനിക്കാൻ. അങ്ങനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. ഒരു കൂട്ടം പട്ടാളക്കാരെ പറഞ്ഞയച്ചു. ആ പട്ടാളക്കാരെ പിന്നെ തിരിച്ചു വന്നില്ല. ആ കുട്ടി കൊന്നതല്ല, അന്ന് നശിപ്പിച്ചറിഞ്ഞതാണ്. ആ കുട്ടി ഒന്നും ചെയ്തില്ല. രണ്ടാമതും കുറച്ച് പട്ടാളക്കാരെ അയച്ചു പിടിച്ചോണ്ടിരാൻ, അവരും നശിച്ചുപോയി. മൂന്നാമതും കുറച്ച് പട്ടാളക്കാരെ അയച്ചു പിടിച്ചുകൊണ്ടുപോയി കൊല്ലാൻ, അവരും നശിപ്പിക്കപ്പെട്ടു. അവസാനം രാജാവ് നിസ്സഹായനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. കുട്ടിയെ വിളിച്ചു, കൊട്ടാരത്തിലേക്ക് വിളിച്ചു. വാ മോനെ, സംസാരിക്കാനാണ്. കുട്ടി വന്നു. രാജാവ് ചോദിച്ചു, എനിക്ക് നിന്നെ കൊല്ലണം, എന്താ മാർഗം? എന്താണ് ആ ചോദ്യം? ഒരു നിസ്സഹായതയുടെ അങ്ങേയറ്റാണത്. എനിക്ക് നിന്നെ കൊല്ലണം, എന്താണ് അതിന് മാർഗം? ആ കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല എന്നല്ല പറഞ്ഞ, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിനൊരു മാർഗമുണ്ട്. എന്താണ് ആ മാർഗം? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ചെയ്യാം, പറയൂ. ഒരു വലിയ മൈതാനിയിൽ ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ നിങ്ങൾ വിളിച്ചു കൂട്ടണം. ഈ നാട്ടിലുള്ള എല്ലാവരും ആ മൈതാനിയിൽ വരട്ടെ. എന്നിട്ട് ആ മൈതാനിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉയർന്ന സ്ഥലം ഉണ്ടാക്കണം. ആ ഉയർന്ന സ്ഥലത്ത് നിങ്ങൾ എന്നെ കയറ്റി നിർത്തണം. എന്നിട്ട് എന്റെ ആവനാടിയിൽ നിന്നൊരു അമ്പ്, ഒരു ശരം നിങ്ങൾ എടുക്കണം. എന്നിട്ട് ദൂരെ നിന്നിട്ട് നിങ്ങൾ ഉറക്കെ പറയണം, ബിസ്മില്ലാ. ഈ കുട്ടി പരിചയപ്പെടുത്തുന്ന രക്ഷിതാവിന്റെ നാമത്തിൽ നിന്ന് ദൂരെ നിന്നിട്ട് ബിസ്മില്ലാ എന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ അമ്പ ചെയ്യണം, ഞാൻ മരിക്കും. പറഞ്ഞതുപോലെ നാട്ടുകാർ മുഴുവൻ, പ്രജകൾ മുഴുവൻ വിളിച്ചു കൂട്ടപ്പെട്ടു. ആ മൈതാനിയിൽ ഒരു ഉയർന്ന സ്ഥലം ഉണ്ടാക്കപ്പെട്ടു. ആ സ്ഥലത്ത് കുട്ടി കയറ്റി നിർത്തപ്പെട്ടു. അവന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കപ്പെട്ടു. എന്നിട്ട് ഈ രാജാവ് ദൂരെ നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, ബിസ്മില്ലാ, ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ. എന്നിട്ട് അമ്പ ചെയ്തു. ആ അമ്പ് കുട്ടിയുടെ ചെമ്മിയിൽ തറച്ച് അവൻ മരിക്കുകയുണ്ടായി. പക്ഷെ ഇതോടുകൂടി എന്താണോ രാജാവ് ഭയന്നത് അത് സംഭവിച്ചു. അവിടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ അറിയാമായിരുന്നു. എത്രയോ പട്ടാളക്കാരയച്ചിട്ടും ഈ കുട്ടിയുടെ വസ്ത്രത്തിന് പോലും ഒരു കീറൽ പോലും ഏൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ബിസ്മില്ലാ എന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ അമ്പ ചെയ്തപ്പോ ഈ കുട്ടി മരിച്ചു. അതുകൊണ്ട് ഈ കുട്ടിയുടെ ഈ കുട്ടി പറയുന്ന രക്ഷിതാവാണ് ഹഖ്, അവന്റെ അടുത്താണ് സത്യമുള്ളത്. ആ കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ ഒരാരവം പോലെ പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തന്റെ ജീവൻ പണയം വെച്ചിട്ടും കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് തൗഹീദ് എത്തിക്കാൻ ആ കുട്ടി കാണിച്ച ധൈര്യമുണ്ടല്ലോ. അവനവിടുന്ന് പിടഞ്ഞു മരിക്കുമ്പോ അവന്റെ കാതുകൾക്ക് കർണവിടങ്ങളിലേക്ക് അവസാനമായി പതിച്ചതൊരു വലിയ ഇരമ്പൽ പോലെ. ഒരുപക്ഷെ ഒരു 100 വർഷം നിരന്തരമായി ദഅവത്ത് നടത്തിയാലും കിട്ടാത്ത വലിയ ഫലമാണ് തന്റെ മരണം കൊണ്ട് കിട്ടാൻ പോകുന്നത്. ആ കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചൊരുമിച്ചൊന്നായി വഹ്ദാനിയത്തിന്റെ കലിമ പ്രഖ്യാപിക്കുകയാണ്. രാജാവിന് നിയന്ത്രണം വിട്ടു. പട്ടാളത്തോട് കൽപ്പിച്ചു, കിടങ്ങുകുഴിക്ക്, എന്നിട്ട് തീക്കുണ്ടാരമുണ്ടാക്ക്. കിടങ്ങുകുഴിക്കപ്പെട്ടു, തീക്കുണ്ടാരമുണ്ടാക്കപ്പെട്ടു. ആ മൈതാനത്തിൽ കൂടി നിന്ന ജനങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ജനങ്ങളെ മുഴുവൻ ബന്ധിച്ചു വലിച്ചു കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് അഗ്നികുണ്ടാരത്തിൽ
നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഓരോ ആളുകളും ആ അഗ്നികുണ്ഡാരത്തിൽ വീണ് മരിക്കുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവരുടെ ഈമാനിന് ഒരു പൊടി പോലും വ്യത്യാസം വന്നിട്ടില്ല. അല്ലാഹു അക്ബർ. അത് ഈമാനിന്റെ ഒരു പ്രത്യേകതയാണ്. ഈമാൻ അതിന്റെ യഥാർത്ഥമായ രൂപത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രതിസന്ധികളും പ്രതിബദ്ധതകളും കാണുമ്പോ അതിന്റെ തീക്ഷ്ണത വർദ്ധിക്കും. അത് ഉജ്ജ്വലമായ വല്ലാത്തൊരു വികാരമായി അത് മാറും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. അവരോട് പറയപ്പെടുകയാണ്, ജനങ്ങൾ ഇതാ വരികയാണ്, പട്ടാളം ഇതാ വരികയാണ്, സൈന്യം ഇതാ വരികയാണ്, തോക്കുണ്ടവരുടെ കയ്യിൽ, AK-47 അവരുടെ കയ്യിൽ, ബോംബുണ്ടവരുടെ കയ്യിൽ, അധികാരമുണ്ടവരുടെ കയ്യിൽ, അവരിതാ നിങ്ങളെ തുടച്ചു നീക്കാൻ വരികയാണ്, നശിപ്പിക്കാൻ വരികയാണെന്ന് അവരോട് പറഞ്ഞാൽ, ഫഖ്ശൗഹും അവരെ ഭയപ്പെടുക എന്നവരോട് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ. അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. ആ ഈമാൻ വർദ്ധിക്കുമ്പോൾ അവരുടെ നാവിന്റെ പ്രതികരണം എന്താണ്? ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് മതിയായവനാണ്. ഭരമേൽപ്പിക്കാൻ, സങ്കടങ്ങൾ ഭരമേൽപ്പിക്കാൻ അവനത്ര ഏറ്റവും ഉത്തമനായവൻ. ഇത് ഈമാനിന്റെ ഒരു പ്രത്യേകതയാണ്. കിടങ്ങിന്റെ ആളുകളെ ഓരോരുത്തരെയും തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ പിറകിൽ നിൽക്കുന്ന ആളുകളുടെ ഈമാനിന്റെ ചാർജ് കൂടുകയായിരുന്നു. അവരെ ഉറച്ചു നിന്നു. അവസാനം ഒരു സ്ത്രീ മാത്രം ബാക്കിയായി. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞു വാവയുണ്ട്, ഒരു പിഞ്ചു പൈതലുണ്ട്. ആ സ്ത്രീ ആ പൈതലിനുമായി മന്ദം അവരെ കൊണ്ടുവരപ്പെട്ടു ആ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക്. എന്നിട്ട് അതിന്റെ അടുത്തെത്തിയപ്പോ ആ സ്ത്രീ പേടിച്ച് ചുറ്റും നോക്കി. അപ്പൊ കയ്യിലുള്ള കുഞ്ഞുവാവ, ആ കുഞ്ഞുമോൻ ആ സ്ത്രീയോട് പറയാണ്, ഉമ്മ, എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ സത്യത്തിലാണ്, അതുകൊണ്ടുമ്മ നിങ്ങൾ ഭയക്കരുത്. ഈ കാണുന്ന അഗ്നികുണ്ഡാരം നിങ്ങൾക്ക് ഒരുക്കി വെക്കപ്പെട്ട സ്വർഗമാണ്, ചാടിക്കൊള്ളുക. അങ്ങനെ അവസാനത്തെ സ്ത്രീയും ആ അഗ്നികുണ്ഡാരത്തിലേക്ക് പോയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കത്തിക്കപ്പെട്ട ആ അഗ്നികുണ്ഡാരം അണഞ്ഞിട്ടില്ല. അവിടെ നിങ്ങോട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അസ്ഹാബുകളും താബിഈകളും തബഅത്താബിഈകളുമായി ഓരോ കാലഘട്ടത്തിലും അർഹമായ പീഡനങ്ങളും പ്രയാസങ്ങളും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അയിമത്തിന്റെ ഇമാമുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മഹാനായ ഹംബലി റഹിമഹുല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ബാപ്പാക്ക് കിട്ടിയ അടിയെങ്ങാനും ഒരു ആനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആനക്ക് പിരാന്തളയിൽ പോകും. അത്രക്ക് അടി എന്റെ ബാപ്പാക്ക് കിട്ടിയിട്ടുണ്ട്. ആരാ പറയുന്നത്? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ മകനാണ്. ഇമാം ഷാഫി റഹിമഹുല്ലയെ കഴുതപ്പുറത്തിരുത്തിയിട്ട് കുപ്പായമഴിച്ചിട്ട് ശരീരം മുഴുവൻ കരിവാരി തേച്ചിട്ട് അങ്ങാടിയിലൂടെ നടത്തിയിട്ടുണ്ട് അപമാനിക്കാൻ. അബൂ ഹനീഫ റഹിമഹുല്ല ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മൂന്ന് അയിമ്മത്തിന്റെ ഇമാമുകളും ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇന്നും സഹോദരങ്ങളെ അത് തുടർന്നുകൊണ്ടിരിക്കാൻ. കാശ്മീരിലെ ഒരു പെൺകുട്ടി എഴുതിയ അനുഭവമാണ്. അവരെന്താ എഴുതിയ പുസ്തകത്തിൽ പച്ചയായി രാത്രിയാകുമ്പോ പീഡിപ്പിക്കാനും ലൈംഗികമായി ചൂഷണം ചെയ്യാനും മൃഗങ്ങൾ കയറി വരും. മനുഷ്യക്കോലത്തിൽ രണ്ടു കാലം നടക്കുന്ന മൃഗങ്ങൾ. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യാറുള്ളതെന്ന് അറിയുമോ? അവർ പറയാൻ, ഞാൻ ചെയ്യാറുള്ളത്, ഞാൻ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ, ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ എന്റെ സ്വന്തം മലം കൈകൊണ്ട് വാരിയിട്ട് എന്റെ ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിക്കും. ഇതിനു വേണ്ടിയാണെന്നറിയോ? വരുന്ന മൃഗങ്ങൾ എന്നെ പീഡിപ്പിക്കാതിരിക്കാൻ. എന്റെ മലത്തിന്റെ അസഹനീയമായ ദുർഗന്ധമുണ്ടെങ്കിലും അവർ എന്നെ തൊടാതെ പോകട്ടെ എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ എന്റെ സ്വന്തം മലം ശരീരത്തിൽ വാരി പുരട്ടത് എന്ന് കാശ്മീരിൽ ഒരു സ്ത്രീ പങ്കുവെക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്. ഗുജറാത്ത് കലാപത്തിൽ അനുഭവം എഴുതപ്പെട്ട ഒരാൾ, ഒരു അമുസ്ലിം സഹോദരൻ, ഒരു ഹിന്ദു സഹോദരൻ, അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. നാടുകളെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കലാപകാരികൾ ഭ്രാന്ത് പിടിച്ചതുപോലെ വീടുകൾ അഗ്നിക്കിരയാക്കിക്കൊണ്ടിരിക്കാൻ. കൂട്ടത്തിൽ ഞാനുമായി വളരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയ എന്റെ തൊട്ടയൽപക്കക്കാരൻ
ആ അയൽപക്കക്കാരന്റെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ വീട് മുഴുവൻ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്, തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാൻ. അതിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ട അയൽക്കാരനുണ്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, അവന്റെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല, പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല, ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഞാൻ നിസ്സഹായനാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോ എങ്ങനെയോ ആ വീടിന്റെ അകത്ത് നിന്ന് അവന്റെ 1.5 വയസ്സുകാരനായ അവന്റെ പിഞ്ചുമകൻ, പലപ്പോഴും ഞാൻ അവനെ എന്റെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട്, അവന് ഞാൻ ഭക്ഷണം മാറിക്കൊടുത്തിട്ടുണ്ട്. ആ പിഞ്ചു പൈതൽ ആ വീട്ടിന്റെ അകത്ത് നിന്ന് എങ്ങനെയോ ഇഴഞ്ഞിഴഞ്ഞ് പുറത്തേക്ക് വന്നു. കലാപകാരികളുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഓടിച്ചെന്നു, ആ പിഞ്ചു പൈതലിനെ മാറിയെടുത്തു, എന്നിട്ട് എന്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടി. ഓടുന്നോട്ടത്തിൽ കലാപകാരികൾ എന്റെ പിരടിയിൽ കൈവച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതാരാണ്? ഞാൻ പറഞ്ഞു, എന്റെ മകനാണ്. സത്യമാണോ, നിന്റെ മകനാണോ? അതെ, ഇതെന്റെ മകനാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ അവനെയുമായി തിരിച്ചു നടക്കുകയാണ്. ഇനിയുള്ള കാലം എന്റെ മകനായി അവനെ വളർത്താൻ, എല്ലാം നഷ്ടപ്പെട്ട് മരിച്ചുപോയി എന്റെ അയൽക്കാരനോട് അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുമല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ നടക്കുമ്പോ എന്റെ തോളത്ത് കിടന്നിട്ട് കത്തി നശിക്കുന്ന വീടുകൾക്കകത്തുള്ള തന്റെ ബാപ്പാനെയും ഉമ്മാനെയും ആ വീടിനെയും നോക്കിയിട്ട് 1.5 വയസ്സുകാരൻ വിളിച്ചു, അബ്ബാ അബ്ബാന്ന് വിളിച്ചു. മുസ്ലിം കുട്ടികളാണ് അബ്ബാന്ന് വിളിക്കുക. ഇത് കേട്ട ഉടനെ കലാപകാരികൾ ഓടി വന്ന് എന്നെ തട്ടിമാറ്റി എന്റെ കയ്യിൽ നിന്ന് ആ പൈതലിനെ വലിച്ചൂരിയെടുത്ത് 2 ആളുകൾ 2 ഭാഗത്തു നിന്ന് കാലുകൾ പൊട്ടിച്ചു വലിച്ച് ആ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടി? ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ട പ്രബോധകരെ, എന്റെ ദായിമാരെ, ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത്, ദഅവത്തിന്റെ വീജിയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോ നിങ്ങളെ കാത്തിരിക്കുന്നത് പല തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും. ആ പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്ന പൂച്ചെണ്ടുകൾ, ആ പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്ന അനുമോദനങ്ങൾ, ആ പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഹർഷാരവങ്ങൾ. ഒരുപക്ഷേ നിങ്ങൾ കാണില്ല, നിങ്ങളുടെ മരണത്തിന് ശേഷമായിരിക്കും ഒരു സുന്ദരമായ പൂക്കാലം ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്, ഒരുപാട് വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ദഅവത്തിന്റെ വീഴ്ചയിൽ നിന്ന് അടിപതറാതെ, തളരാതെ, പിന്മാറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയുള്ള കാലം അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. 3 തരത്തിലുള്ള മനുഷ്യന്മാരാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. 3 തരത്തിലുള്ള മനുഷ്യന്മാർ. ഒന്നാമത്തെ ടൈപ്പ് ആരാണെന്നറിയോ? അവർ ഇസ്ലാമിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ചവറ്റൊട്ടയിലിടും. ഇസ്ലാമിന്റെ വേഷമായിരിക്കും, ചവറ്റൊട്ടയിലിടും, പേര് മാറ്റും. എന്നിട്ട് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറി പറയാനും വിമർശിക്കാനും തുടങ്ങും. അങ്ങനെ ഒരു വിഭാഗം നമുക്കിടയിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു. അവർ മുനാഫിക്കുകളാണ്. യഥാർത്ഥമായ മുനാഫിക്ക് ഇന്ത്യ രാജ്യത്ത് തുറന്നു കാണിക്കപ്പെടാൻ പോവാണ് ഇനിയുള്ള കാലം. അടിയുറച്ച ഈമാൻ മനസ്സിലില്ലെങ്കിൽ ഇല്ലാത്തവരൊക്കെ പുറത്തുപോയിട്ട് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട് എന്ത് മുഹമ്മദിന്റെ 7-ാം നൂറ്റാണ്ടിലെ മതോ ഉണ്ടാതിക്കടോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിമർശിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവാൻ പോകുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 2ാമത്തെ വിഭാഗം, അവർക്കുള്ളിൽ ഇസ്ലാമിനോട് സ്നേഹമുണ്ട്, അവർക്ക് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അടിയുറച്ച വിശ്വാസവുമുണ്ട്. പക്ഷെ അവർ ഭീരുക്കളാണ്, അവർ പേടിത്തൊണ്ടന്മാരാണ്. അവരുടെ വിശ്വാസം അവർ പുറത്തു പറയില്ല, അവർ കുറ്റക്കാരല്ല. അവരവരുടെ വിശ്വാസം മനസ്സിലൊളിപ്പിച്ച് വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ച് അവരെങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. പുറത്ത് അവരുടെ എല്ലാ അടയാളങ്ങളും അവർ മറച്ചു വെക്കും. 2ാമത്തെ വിഭാഗം അവരാണ്. 3ാമതൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം ആരാണെന്നറിയോ? എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും, ആ പ്രയാസങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ആ പ്രയാസത്തിന്റെ സാഗരത്തിന്റെ അപ്പുറത്ത് നിന്ന് ഉയരെ കയറുന്നവരെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. വഅമില സ്വാലിഹ്, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യും, പാവപ്പെട്ടവർക്ക് അന്നം നൽകും, നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയും ചെയ്യും, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾക്ക് എന്നെ ചെയ്യാനുള്ളത് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ചെയ്യാം. ഞാൻ എന്റെ സ്വത്ത് മാറ്റിവെക്കില്ല, എന്റെ സ്വത്ത് പോലത്തെ ഞാൻ മാറ്റിവെക്കില്ല, എന്റെ ഈ താടിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വടിച്ചു കളയില്ല, എന്റെ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കില്ല, എന്റെ പർദ്ദയും നിഖാബും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു വെക്കില്ല. ഒരു ഭയത്തിനും ഒരു പ്രലോഭനത്തിനും ഒരു പ്രകോപനത്തിനും എന്റെ ഈ
പർദ്ദയെയും താടിയെയും എന്റെ ഇസ്ലാമിക വേഷത്തെയും ആദർശത്തെയും തകർത്ത് കളയാൻ കഴിയില്ല. ഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ഉച്ചയിസ്തരം അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ പെടാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്നത്തെ ശ്രമിക്കേണ്ടത്. അതിൽ പെടാനുള്ള ഒന്നാമത്തെ മാർഗം ആത്മാർത്ഥമായി ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങുക. ആത്മാർത്ഥമായി. പേരും പെരുമയും പ്രശസ്തിയും കിട്ടാനില്ല, അതെല്ലാം അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ നാശമായിരിക്കും അതിന്റെ ഫലം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കും. തീർച്ചയായും റബ്ബിന്റെ സഹായം ഉണ്ടാകും. അലാ ഇന്ന നസ്റല്ലാഹി ആയത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് എപ്പോഴും ഓർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച വലിയൊരു സംഗതിയാണ്. ആ സഹായം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഗ്നികുണ്ഡാരം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ, ആ അഗ്നികുണ്ഡാരത്തിന് വേണ്ടി വിറക് ശേഖരിക്കുമ്പോഴും കുഴി കുഴിക്കുമ്പോഴും അള്ളാഹ്ക്ക് അവരെ തടയാൻ കഴിയാഞ്ഞിട്ടാണോ? പടച്ചോൻ അവരെ തടയാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനുഷ്യ പരിമിതിയുടെ പരമാവധി അള്ളാഹ് പരീക്ഷിച്ചു. ആ മനുഷ്യ പരിമിതിയുടെ പരമാവധി അതിന്റെ ഏറ്റവും എൻഡിലെത്തുമ്പോ കൈകാലുകളെ ബന്ധിക്കപ്പെട്ട് ആ അഗ്നികുണ്ഡാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വലിച്ചെറിയപ്പെടുമ്പോ ഇബ്രാഹിം എന്ന മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി അവിടെ ചെയ്തു. ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പായും രക്ഷയുമായും സമാധാനമായും നീ ഭവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണ് ഇടപെട്ട് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അല്ലാഹ് പറഞ്ഞു, സമയത്ത് മൂസ പോയിക്കൊള്ളുക, ഇസ്രായേൽ ജനതയുമായി പോവുക. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി പോയി. എവിടെയാണ് എത്തിയത്? അവസാനം ചെങ്കടലിന്റെ മുന്നിലാണ് എത്തിയത്. ചെങ്കടലിന്റെ മുന്നിലെത്തി അള്ളാഹിന്റെ കൽപ്പനയും കാത്തു നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്ന് വലിയൊരു ആരവം കേൾക്കുന്നത്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവർ കേൾക്കുന്നത് ഊരിപ്പിടിച്ച വാളുമായി ഒരു വലിയ ഫിർഔനിന്റെ പട്ടാളം മുഴുവൻ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല. സമുദായം മുഴുവൻ പതറി. ആളുകൾ പറഞ്ഞു, നമ്മൾ പെട്ടു, ഇനി ഒരു രക്ഷയുമില്ല. അവസാനം ആളുകൾ പറയാൻ തുടങ്ങി, ഇനി നമ്മൾ കൊല്ലപ്പെടും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതികരണം, ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരും, എന്റെ നാഥൻ എനിക്ക് മാർഗ്ഗം കാണിച്ചു തരും എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവചിച്ചു. അല്ലാഹ് പറഞ്ഞു, മൂസാ ഇദ്രിബ് ബിഅസാകൽ ബഹർ, നിന്റെ വടി കൊണ്ട് ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലകളിലേക്ക് അടിക്കുക. മൂസാ നബി എന്താ പറഞ്ഞത്? പടച്ചോനെ, പിന്നിൽ നിന്ന് ഫിറഔന്റെ പട്ടാളം വരുന്നുണ്ട്, മുന്നിൽ വലിയ കടലും, എന്റെ വടി കൊണ്ട് ഈ കടലിൽ അടിച്ചടിക്കാനാണോ നീ ഇപ്പൊ പറയുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചില്ല. അള്ളാഹു കൽപ്പിച്ചു. മൂസാ നബിയുടെ നിലപാട് സമിഅതു വഅതഅത്, ഞാൻ കേട്ടു, അനുസരിച്ചു, അടിച്ചു കടലിലേക്ക്. ആ കടലിന്റെ തിരമാലകൾ വലിയ രണ്ട് പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്കും മാറി നിന്നു. അതിന്റെ നടുവിലൂടെ സുന്ദരമായ വഴി പ്രത്യക്ഷപ്പെട്ടു. അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നുപോയി രക്ഷപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അതുപോലെ അല്ലാഹുവിന്റെ സഹായം വന്നെത്തും. ആ സഹായം വന്നെത്തുന്നത് വരെ നമ്മുടെ കഴിവിന്റെ പരമാവധി, ആ പരിധിയുടെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദഅവത്തിന് നിങ്ങൾ പ്രാമുഖ്യം നൽകേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥതക്കാണ്. അതിന് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട രണ്ട് ഗുണങ്ങൾ ഹിക്മത്തും മൗഇദത്തുൽ ഹസനയുമാണ്, ഗുണകാംക്ഷയാണ്. ഇതോടുകൂടി നിങ്ങൾ ദഅവത്തിന് ഇറങ്ങിയാൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ ശ്രമം ഒരിക്കലും ഫലം കാണാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം കാണുന്ന ദഅവത്ത് നടത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മടി പിടിച്ചിരിക്കാതെ, ഭീരുക്കളായി മുടിന്റെ അകത്ത് പതിയിരിക്കാതെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി പടച്ചോൻ പറയാൻ കൽപ്പിച്ച കാര്യങ്ങൾ ഉച്ചസ്ഥലം പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയ അൽ ഹജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.